ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി അതിൻ്റെ നമുക്ക് സാധ്യത ഡേറ്റുകൾ പരിശോധിക്കാം. ഈ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. കീം വളരെ സീരിയസ് ആയിട്ട് കേരളത്തിലെ ഉയർന്ന എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. സോ റാങ്ക് പ്രഡിക്ഷൻ വീഡിയോകളൊക്കെ ഇനി വരുന്നുണ്ട്. സോ നമുക്ക് കാത്തിരിക്കാം. സോ ഗൈസ്, ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾ കീം ഓൾറെഡി എഴുതി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഏതൊക്കെ കോളേജുകൾ വയ്ക്കണം, ഏതൊക്കെ കോളേജുകളെ കുറിച്ച് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, അതെല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കട്ടെ. പക്ഷെ നിങ്ങൾ എല്ലാവരും അന്തിമമായിട്ട് കാത്തിരിക്കുന്നത് കീം റാങ്ക് ലിസ്റ്റ് ആണ്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം കൂടി വരേണ്ടതുണ്ട്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ വരേണ്ടതില്ല. ഒന്നാമത്തേത് കീം സ്കോറാണ്. അപ്പോൾ മെയ് 10 ശേഷം ഫൈനലി ഒഫീഷ്യലായിട്ടൊരു കീം സ്കോർ, ഇപ്പോൾ റെസ്പോൺസ് ഷീറ്റൊക്കെ വന്നെങ്കിലും ആ കീം സ്കോർ വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മെയ് 22 മാത്രമേ നിങ്ങളുടെ +2 റിസൾട്ട് വരികയുള്ളൂ. അതിനുശേഷമാണ് എന്താണ് നിങ്ങൾ +2 മാർക്ക് കീമിന്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള സമയം അനുവദിച്ചു തരുന്നത്. അതെന്തായാലും മെയ് ലാസ്റ്റ് വീക്കൊക്കെ ആയിരിക്കാം. അത് നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതും കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂണിലെ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ ആയിരിക്കും ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യത. പക്ഷെ കഴിഞ്ഞ വർഷത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയറിൽ അപാകതകളുണ്ട് എന്ന് പറഞ്ഞ് പിന്നീട് കോടതിയിൽ പോയി വന്ന റാങ്ക് ലിസ്റ്റ് വീണ്ടും റദ്ദാക്കി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിഷേധമോ മറ്റ് നടപടികളോ വിവാദങ്ങളോ ഒന്നും ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന പോലെ ജൂൺ 10-15 തന്നെ നിങ്ങളുടെ കീമിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. എങ്ങനെയാണ്? 50% കീം സ്കോർ എടുക്കുന്നു, ബാക്കി 50% നിങ്ങളുടെ +2 PCM മാർക്ക് എടുത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് നോർമലൈസ് ചെയ്ത് ഫൈനലി എന്ത് ചെയ്യുന്നു, കീം സ്കോർ വന്നിട്ട് എന്താണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്. ഓക്കെ, ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ്, നിങ്ങളുടെ റിസർവേഷൻ, സ്പെഷ്യൽ കാറ്റഗറി, അതൊക്കെ വെച്ചിട്ടുള്ള കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിനുശേഷമാണ് പിന്നീട് എന്താണ് ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നത്. സോ ഗൈസ്, ഈ പറഞ്ഞ പോലെ തന്നെ ജൂൺ പകുതിക്കകത്തായിരിക്കും ഈ പറയുന്ന ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ ഇത്തവണ റാങ്ക് ലിസ്റ്റ് വരുന്നത്. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് വീക്കോടെയാണ് നിങ്ങളുടെ ബിടെക് ക്ലാസ്സുകൾ തുടങ്ങിയത്. ഇത്തവണ അത് കുറച്ചുകൂടി നേരത്തെ തുടങ്ങാനുള്ള സാധ്യതയും ഇങ്ങനെയാണ് എങ്കിൽ തെളിയുന്നുണ്ട്. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ബൈ.